രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ രണ്ട് പ്രധാന ഉപദേശങ്ങളാണ് ഇവിടെ കുംഭകർണനും വിഭീഷണനും രാവണനും ഉപദേശിക്കുന്നത്. വിഭീഷണൻ്റെ ആദ്യത്തെ വർത്തമാനം ഞാൻ പറഞ്ഞു, ഇനി രണ്ടാമതുമുണ്ട്. കുംഭകർണൻ പറഞ്ഞിട്ട് വിഭീഷണൻ പോകുന്നുമുണ്ട്. ഈ സീക്വൻസ് മാറും. നമ്മുടെ വാൽമീകി രാമായണത്തിലും കിളിപ്പാട്ടിലൊക്കെ ചെറിയ വ്യത്യാസം കാണും. ഇവിടെയൊക്കെ ഈ ഉപദേശങ്ങൾ ഇത്ര പ്രാധാന്യമാകുന്നത് എഴുത്തച്ഛൻ ഉപയോഗിച്ച മനോധർമ്മങ്ങൾ, സുഭാഷിതങ്ങൾ അതുല്യം, അപാരം എന്നേ പറയാനുള്ളൂ. ആ മസൃണ വികാരങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങൾക്ക് അനുസൃതമായ വാക്കുകൾ, വർണ്ണനകൾ, എത്ര സരസമായ ചിത്രീകരണങ്ങളാണെന്നറിയോ. വളരെ വികാരനിർഭരമാണ് വിഭീഷണൻ രാവണനെ പിരിഞ്ഞു പോകുന്നതൊക്കെ, കുംഭകർണൻ്റെ ഉപദേശത്തിലുമൊക്കെ. അതിലുള്ള ചാതുര്യം ഒരു വിസ്മയം തന്നെയാണ് എഴുത്തച്ഛൻ്റെ. മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടു രാമൻ ഹനുമാനെ ആലിംഗനം ചെയ്യുന്ന സന്ദർഭവും മറ്റും. സാധാരണക്കാരൻ്റെ ഭാഷയോട് വളരെ സാദൃശ്യമുള്ള ഭാഷാപ്രയോഗം അവിടെയൊക്കെ. ഈ ജനകീയതയാണ് വാസ്തവത്തിൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഈ കിളിപ്പാട്ട് രാമായണം സ്വീകാര്യമാവാനുള്ള കാരണം. അതെ, ചിലയിടത്തൊക്കെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രയോഗങ്ങളുണ്ട് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഉപദേശങ്ങളിൽ, ഉദാഹരണങ്ങളിൽ. സാമൂഹ്യ പരിഷ്കരണമുണ്ട്, ഭാഷയെ ഉദ്ധരിക്കലുണ്ട്, ഭക്തി വർദ്ധിപ്പിക്കലുണ്ട്, ഒക്കെ എഴുത്തച്ഛൻ്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ടവയാണ്. ഭാഷാപ്രയോഗത്തിൽ എത്രയെത്ര പുതുമകൾ. ചുരുക്കത്തിൽ സാഹിത്യത്തിൽ അല്പമെങ്കിലും അഭിരുചിയുള്ള, അല്പം താല്പര്യമുള്ള ഒരാൾക്ക് ഈ നിരന്തരമായ രാമായണ പാരായണം കൊണ്ട് അത് സാഹിത്യ സൃഷ്ടിക്ക് അവരെ പ്രേരിപ്പിക്കും എന്ന് എനിക്കൊരു സംശയവും അതിലില്ല. കേനപ്രകാരേണ മലയാള ഭാഷ സമ്പുഷ്ടമാക്കാനുള്ള ഒരു വ്യഗ്രത കാണാം എഴുത്തച്ഛൻ്റെ കൃതികളിലൂടെ. നമുക്ക് ഇത് പറയാതെ മുന്നോട്ട് പോകാനാവില്ല. അതാണ്. രാവണനോട് യാത്രാനുവാദം വാങ്ങി, ഇല്ല, യാത്രാനുവാദം വാങ്ങിയില്ല, ഉണർന്നതേ ഉള്ളൂ ഇപ്പോൾ. കുംഭകർണൻ ഉണർന്നു എതിരയിൽ നിന്ന്. അത് വലിയ രസമായിട്ട് ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട്. തലേ ദിവസം നടന്ന ആലോചന യോഗത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു. അപ്പം തന്നെ ജ്യേഷ്ഠനെ കാണാനായി ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി. പാദങ്ങളിൽ വീണ് വണങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ചു. തൻ്റെ അടുത്ത് പീഠത്തിൽ ഇരുത്തി. രാവണൻ സർവ്വവൃത്താന്തങ്ങളും വിശദമായി തന്നെ കുംഭകർണനെ കേൾപ്പിച്ചു. കുംഭകർണനിലാണ് രാവണൻ്റെ വലിയ പ്രതീക്ഷ. അപ്പം കുംഭകർണൻ ഉപദേശ രൂപത്തിൽ തുടങ്ങാണ്. ജ്യേഷ്ഠ, ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ജ്യേഷ്ഠൻ ചെയ്തതൊന്നും ധർമ്മത്തിന് നിരക്കുന്നതല്ല. എല്ലാം ജ്യേഷ്ഠൻ്റെ നാശത്തിന് മാത്രമേ ഉപകരിക്കൂ. ഈ അധർമ്മ പ്രവൃത്തികളുടെ ആധിക്യം കൊണ്ടാണ് ജ്യേഷ്ഠൻ്റെ തപോപുണ്യം പോലും നശിച്ചു പോയത്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇടയാകാതെ ഞാനിങ്ങനെ ഉറക്കത്തിൽ കഴിഞ്ഞുകൂടുന്നത് ബ്രഹ്മദേവൻ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. എൻ്റെ സുഹൃത പരിഭാഗം കൊണ്ട് മാത്രമാണ്. ആ രാമഭക്തിയെ, സീതാദേവിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എത്രയോ തെറ്റായ ഒരു കാര്യമാണ്, ഒരു അധർമ്മമാണ്. ജ്യേഷ്ഠനെ ചിന്തിക്കുന്നുണ്ടോ? എത്രായിരം സതീമണികളെ ജ്യേഷ്ഠൻ ഇങ്ങനെ പതിപ്പിച്ചു. ഇതെല്ലാം ധർമ്മപ്രവൃത്തിയാണെന്നാണോ കരുതുന്നത്? സീത കേവലം ഒരു മനുഷ്യ സ്ത്രീ അല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ രാമനും ഒരു സാധാരണ മനുഷ്യനല്ല. ഇതാണ് എൻ്റെ നിശ്ചയം. എല്ലാം ജ്യേഷ്ഠൻ എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് സീതയെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യണം? സന്തോഷപൂർവ്വം രാമേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് അയച്ച് മാപ്പ് ചോദിക്കുക. അതാണ് ശരി. അതുപോലെ നമുക്ക് എല്ലാവർക്കും പുണ്യവും ശ്രേയസ്സും സിദ്ധിക്കും. നമ്മുടെ വംശം, നക്തഞ്ചര വംശമുണ്ടല്ലോ, നമ്മൾ പിറന്ന വംശം, ബ്രഹ്മകുല ജാതന്മാരല്ലേ നമ്മളൊക്കെ. സത്യം, ജ്യേഷ്ഠൻ ഇതൊന്നും മറന്നു കളയരുത്. രാവണങ്ങ് നെട്ടിദ്ധരിച്ചു. കൊള്ളാം, കോപം കൊണ്ടങ്ങോട്ട് കലുഷമായി മുഖം. ജ്യേഷ്ഠൻ ചെയ്ത് മുഴുവൻ തെറ്റാണെന്ന് പറയാനാണോ നിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ചാടി എണിപ്പിച്ച് കൊണ്ടുവന്നത്? ഞാൻ ഒരിക്കലും സീതയെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, സംശയം വേണ്ട. ഇതെൻ്റെ നിശ്ചയമാണ്. രാമൻ്റെ കാൽക്കൽ ചെന്ന് പ്രണമിക്കുക. കൊള്ളാം. ഞാൻ മുമ്പോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ടെടുക്കില്ല. എൻ്റെ കണ്ഠങ്ങൾ 10 അറ്റ് താഴെ വീണാലും എൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് കടുകിട ഞാൻ വ്യതിചലിക്കില്ല. എൻ്റെ ധർമ്മവും ആദർശവും എൻ്റെ മനസ്സ് നിർദ്ദേശിക്കുന്നതാണ്, അല്ല നീയോ ഭീഷണോ പറയുന്നതല്ല. മനസ്സിലായോ?
കുംഭകർണ നീ പോയി ഉറങ്ങിക്കൊള്ളൂ, അതാണ് നിനക്ക് നല്ലത്. ആ നമ്മുടെ ഏക സഹോദരിയുടെ കർണനാസിക കുചങ്ങൾ, കുജങ്ങൾ എന്ന് ചേർത്ത് പറയുകയാണ്, വാസ്തവത്തിൽ കുജങ്ങളില്ല അവിടെ. മുറിച്ച മനുഷ്യാധവന്റെ മുമ്പിൽ ഞാൻ ചെന്ന് മുട്ടുകുത്തണം എന്നാണോ നിന്റെ അഭിപ്രായം? ആ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ് ഈ കാണുന്നത്. പൗരുഷമില്ലാത്ത മൂഢ, നിനക്കത് പറയാൻ നിന്റെ നാവിന് അർപ്പമൊന്നില്ലേ? നീയും വിഭീഷണും എന്നെ പ്രസവിച്ച ആ വീരപ്രസുവായ കൈകസിയുടെ ഉദരത്തിൽ തന്നെയാണോ പിറന്നത്? എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. അത്ഭുതം, അത്ഭുതം. അപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ജ്യേഷ്ഠ ക്ഷമിക്കണം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു അനുജൻ്റെ ധർമ്മവും കടമയൊക്കെ ഞാൻ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ്, ഞാൻ സന്നദ്ധവുമാണ്. ജ്യേഷ്ഠൻ ഇവിടെ സ്വസ്ഥമായിരുന്നോളൂ, ശത്രുഭയം ഒട്ടും വേണ്ട. ഞാൻ ഒറ്റക്ക് പോയി ഈ സുഗ്രീവാദി വാനരപ്പുഴകളെ മുഴുവൻ സംഹരിച്ച് രാമലക്ഷ്മണന്മാരുടെ തലവെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാൽക്കൽ വെക്കാം. ലങ്കാനഗരം കുലുങ്ങുമാറുള്ള ആഘോഷത്തിലാണ് ജ്യേഷ്ഠൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ കാഴ്ചവെക്കാം. രാവണൻ പറഞ്ഞു, അതിനുള്ള സമയം സമാഗതമാകുന്നേ ഉള്ളൂ. അപ്പോൾ നീ അപ്രകാരം ചെയ്താൽ മതി. ഏതായാലും അവരിങ്ങോട്ട് കടലിൽ കിടക്കട്ടെ. നിന്റെ കർത്തവ്യബോധം ഉണർന്നു കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും നീ വിഭീഷണന്റെ മാതിരി അല്ലല്ലോ. അപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ജ്യേഷ്ഠൻ നമ്മുടെ സഹോദരിയുടെ കാര്യം പറഞ്ഞു. അവൾ രാമലക്ഷ്മണന്മാരുടെ സങ്കേതത്തിൽ ചെന്ന് ഹീനമായി പ്രവർത്തിച്ച് ചെയ്തത് ചേട്ടൻ അറിയുമോ? ഈ അത്യാഹിതം സംഭവിക്കാൻ കാരണം അതാണ്. കുംഭകർണൻ്റെ രാവണ കുംഭകർണ ആ സംഭാഷണം നമുക്ക് കുറച്ച് വരികൾ എഴുത്തച്ഛൻ്റെ നോക്കാം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നു ഉടമോദം നിജപീഠം പീഠമതിന്മേലിരുത്തി ശാസ്യനും വൃത്താന്തമെല്ലാം അപരജൻ തന്നോടു ചിത്താനുരാഗേണ കൽപ്പിച്ചു. അനന്തരം മുൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ, ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴുവാനായി കയ്യില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേ കസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കൊണ്ടു കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ഇവിടെ മൃഗം മാൻ മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മൃതമായി മൃത്യുഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാൽ മടങ്ങുകയില്ലത്. സത്യമാണ്. വാസനയുടെ തള്ളിച്ച ആർക്ക് അടുക്കാനാവും? സഹജമായ വാസന. അതെ, എത്ര അറിവുള്ളവരും. എന്താ, രാവണൻ അറിവുള്ള ആളല്ലേ, ഭക്തനല്ലേ? അതെ. സദൃശം ജ്യേഷ്ഠതേ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സദൃശം ജ്യേഷ്ഠതേ. ശാസനയാലും അടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപതയം നീയതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഒരു വശത്ത് ജ്ഞാനം, ഒരു വശത്ത് വാസന. അതൊരു മൽപ്പിടുത്തമാണ്. അതിൽ ആര് ജയിക്കും? ഇവിടെ മെക്കാനിക്കൽ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും വാസനയെ ജയിക്കുക. ഡെലിബറേറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക്, സംസ്കൃത പുരുഷന്മാർക്ക് അറിവാണ് ജയിക്കുക. ഇതാണ് ഇവിടെ. രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. ഇതൊക്കെയാണെങ്കിലും ഞാൻ ജ്യേഷ്ഠൻ്റെ ഭാഗത്തുണ്ടാവും, കൂടെ ഉണ്ടാവും. ആ ധർമ്മം ഞാൻ അനുഷ്ഠിക്കും. അതിന് ഞാൻ ഒറ്റക്ക് മതി എന്നാ പറയും. മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ദേഹത്തിന് അന്തരം വന്നുപോം മുന്നമേ മോഹിച്ചത് ആഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന്. നോക്കൂ, കൂട്ടത്തിൽ നല്ല ഉപദേശമാണ്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടും ആപത്തു നിർണയമോർത്തുകാൺ. നേരത്തെ പറഞ്ഞില്ലേ, പാറ്റയുടെ മാതിരി, വിളക്കിൽ പോയി ചാകുന്ന പാറ്റയുടെ മാതിരി എന്നൊക്കെ പറഞ്ഞില്ലേ.
കുരംഗമാതംഗപതംഗമീനഭൃംഗാ നരപഞ്ചഭിരഞ്ജിതക്കും. മൃഗങ്ങൾക്ക് ഓരോന്നാ വീക്ക്നെസ്. മാനിന് ശബ്ദമാണ് വീക്ക്നെസ്, ആനക്കോ സ്പർശമാണ് വീക്ക്നെസ്, പതംഗത്തിനോ ഇതാണ് നിറം, വെളിച്ചം, പോയി വീഴുന്നു. ഓരോ ഇന്ദ്രിയമാണ് വീക്ക്നെസ്. മീനം ഭൃംഗ അഞ്ചിനും ഓരോ വീക്ക്നെസ്. ഇവിടെ മനുഷ്യന് എല്ലാപത്തും അതാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് ഒന്നിടും ആപത്തു നിർണയം ഓർത്തുകാൺ. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെല്ലാം വീക്ക്നെസ്സാണ് മനുഷ്യൻ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് ഒന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. യു ഷുഡ് ബി എ മാസ്റ്റർ ഓഫ് ദി ഓർഗൻസ്, നോട്ട് എ സ്ലേവ് ഓഫ് ദി ഓർഗൻസ്. ഇതാണ് ഉപദേശം. ഒരു നല്ല വേദാന്ത ഉപദേശമാണ്. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുന്നു വരുവൻ അനുജ്ഞ ചെയ്യെന്ന ആശരാധീശനോട് ഈശ്വരനോട് ചൊല്ലിയിടിനാൻ. ഞാൻ മതി എന്നാണ് ഇന്ദ്രജിത്ത്. അങ്ങ് ആജ്ഞാപിച്ചാൽ മനുഷ്യനായ രാമനെയും വാനരന്മാരെയൊക്കെ ഞാൻ ഉടനെ വധിച്ചിട്ട് വരാം എന്നാണ്. ഉടനെ കുംഭകർണൻ വിഭീഷണടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് വിഭീഷണോട് പറയും, നീ വീണ്ടും ഒന്ന് ചേട്ടനോട് ഉപദേശിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുംഭകർണൻ രാവണൻ്റെ അടുത്ത് പോയത് നേരെ വിഭീഷണടുത്തേക്കാ. വിഭീഷണൻ കുംഭകർണനെ ആദരിച്ചിരുത്തി. അപ്പോൾ ചോദിച്ചു, എവിടുന്നാ ചേട്ടൻ വരുന്നത്? പറഞ്ഞു, ഞാൻ പിന്നെ രാവണൻ്റെ അടുത്ത് പോയി, ഞാൻ ജ്യേഷ്ഠനെ കാണാൻ പോയിരുന്നു, അവിടുന്നാണ് ഇപ്പോൾ വരുന്നത്. എൻ്റെ വിഭീഷണ, നമ്മുടെ ജ്യേഷ്ഠൻ ഇത്ര അധർമ്മ്യം ദുഷ്ടനുമായി പോയല്ലോ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് ഞാൻ ഞെട്ടിപ്പോകുന്നു. സദാ ഉറക്കത്തിൽ കഴിയുന്നതിനാൽ എനിക്ക് ശരിയായ വിവരങ്ങളൊന്നും അപ്പം കിട്ടില്ല. ജ്യേഷ്ഠനെ ഞാനിന്ന് വളരെ ഉപദേശിച്ചു, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജ്യേഷ്ഠൻ മൂലം നമ്മുടെ ഈ വംശം മുടിയും, എനിക്കൊരു സംശയവും അതിലില്ല. നീ എങ്കിലും അത് രക്ഷിച്ചാൽ കൊള്ളാം. എൻ്റെ ഉപദേശം മൂലം ജ്യേഷ്ഠന് വിദ്വേഷം കൂടുക ചെയ്ത് എന്നോട്. നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്ന് ഒന്ന് ഉപദേശിക്കണം. ഭരിക്കുമെങ്കിൽ ഭരിക്കട്ടെ. അധർമ്മിയാണെങ്കിൽ നമ്മുടെ വന്ധ്യനായ ഗർജനായി പോയില്ലേ, ആ നിലയിൽ നമുക്കുമില്ലേ ചില കടമകൾ, കർത്തവ്യം. അപ്പോൾ ഭീഷണം പറഞ്ഞു, ഞാൻ ഉപദേശിക്കേണ്ടതൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാണ്, പക്ഷേ അതൊന്നും അവിടെ ചെവിക്കൊണ്ടില്ല. എൻ്റെ ഉപദേശം കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് ആക്രോശിക്കായിരുന്നു, എന്നെ പരസ്യമായി ആക്ഷേപിച്ചു, ഭത്സിച്ചു. ഞാനതൊന്നും ഗവനിച്ചില്ല. മന്ത്രിമാരും സേനാപതികളും മക്കളും ഒക്കെ എന്താ ചെയ്യണത്? പൊക്കി പുകഴ്ത്തി പറഞ്ഞ് ഏട്ടനെ അങ്ങോട്ട് വാനോളം പുകഴ്ത്തി സന്തോഷിപ്പിക്കാം, ധൈര്യപ്പെടുത്താം. ഇനിയും ഞാൻ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ആട്ടി ഓടിച്ചെന്നു. കുംഭകർണൻ പറഞ്ഞു, അത് കണക്കാക്കണ്ട, നമ്മുടെ ജ്യേഷ്ഠനല്ലേ, ഒന്നുകൂടി ശ്രമിക്കണം. അങ്ങനെ വിഭീഷണൻ പോവാണ്. തൻ്റെ ഒരു അന്ധകരണ പ്രേരണ കൂടിയുണ്ട് ഭീഷണൻ. പിന്നെ കുംഭകർണൻ പറഞ്ഞു മാത്രമല്ല. അവിടെ ചെന്ന് വണങ്ങി. അപ്പോൾ രാവണൻ ചോദിക്കാം, എന്താ രാവിലെ തന്നെ വന്നത്? ഇന്നും വല്ല ഉപദേശമുണ്ടോ തരാൻ? ഗൗരവത്തോടുകൂടിയാണ് രാവണൻ. വിനയത്തോടുകൂടി ഭീഷണൻ പറഞ്ഞു, ഒരു ചെറിയ കാര്യം ധരിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജ്യേഷ്ഠന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ രാവണൻ പറയാതിരിക്കണ്ട, പറഞ്ഞോളൂ, അതിനെന്താ? പറയേണ്ടത് പറയാവൂ. അല്ലെങ്കിൽ എൻ്റെ വിധം മാറും. ജ്യേഷ്ഠൻ രാമേന്ദ്രനുമായി യുദ്ധം ചെയ്യാൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠൻ ആലോചന ഒന്ന് പുനഃപരിശോധിക്കണം. അത്രയും എനിക്ക് അഭിപ്രായം. ജ്യേഷ്ഠൻ്റെ ശാപങ്ങളെക്കുറിച്ചൊക്കെ ജ്യേഷ്ഠനൊന്ന് ഓർമ്മിക്കണം. നന്ദികേശ്വരൻ്റെ ശാപമുണ്ട്, വേദവതി ശാപമുണ്ട്, എത്ര നളകൂവര ശാപമുണ്ട്, ഋതുവർമ്മ ശാപമുണ്ട്, എത്ര ദൈവാനി ശാപമുണ്ട്, അത്രിയുടെ ശാപമുണ്ട്. ശാപത്തിൻ്റെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു. സ്വന്തം ജ്യേഷ്ഠൻ വൈശ്രവണൻ്റെ ആട്ടി ഓടിച്ച് പുഷ്പവിമാനം ബലത്തിൽ അപഹരിച്ചതല്ലേ? നോക്കൂ, ദൂതശാപമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൂതനെ വധിച്ച ശാപമല്ലേ ഉണ്ട്. ജ്യേഷ്ഠപുത്രനായ നളകൂവരൻ്റെ ഭാര്യ രംഭയെ ബലാൽ പരിഗ്രഹിച്ചില്ലേ? നാനാദിക്കിലുമുള്ള എത്രയോ പിന്നെ എന്താ പറയുക, പതിവ്രതകളായ നാരികളെ ബലമായി അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നിട്ടില്ലേ? അവരുടെയൊക്കെ പരിശുദ്ധമായ ആ പതിവ്രത ഭാവം അല്ലെങ്കിൽ സതീത്വം അങ്ങ് കവർന്നു. അവരുടെ കണ്ണീരിൻ്റെ കരകാണാ കടൽ ലങ്കയിൽ നിന്ന് ഓളം വെട്ടി മറിയുന്നില്ലേ? അവക്കെല്ലാം മകുടം ചാർത്തുമാറല്ലേ ഈ രാമഭഗ്നി സീതാദേവിയെ കൊണ്ടുവന്നത്, വൃക്ഷച്ചോട്ടിൽ ഇരുത്തിയിരിക്കണം. ഇവരുടെ എല്ലാം ശാപങ്ങളും ജ്യേഷ്ഠനെ വിഴുങ്ങും.
ആരാ ശ്രീരാമദേവൻ? ലോകനാഥനാണ്. അഭയം പ്രാപിച്ചാൽ അദ്ദേഹം വത്സലനാണ്, വാത്സല്യമുള്ള ആളാണ്. ജ്യേഷ്ഠൻ്റെ പാവങ്ങൾക്കെല്ലാം ശമനം തരും. അതുകൊണ്ട് രാമേന്ദ്രനുമായി ഒരു ഒത്തുതീർപ്പാണ് നല്ലത്. ജ്യേഷ്ഠൻ ആലോചിച്ചോളൂ. ആവൂ, പ്രഹസ്തൻ, മഹോദരൻ, സുപാർശൻ, എത്ര പേര് ഇല്ലേ? അവരെയൊക്കെ ആരെങ്കിലും രാമനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്നു ജ്യേഷ്ഠന് തോന്നുന്നുണ്ടോ? രാമനെ പൊടിച്ചു കളയാമെന്ന് അവർ ഇവിടെ നിന്ന് വീരവാദം പറയും. പക്ഷേ പൊടിയുന്നത് ആരാണെന്ന് അടുക്കുമ്പോഴേ അറിയും. ജ്യേഷ്ഠൻ്റെ പൗരുഷത്തെ സ്പർശിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം. എങ്കിലും സത്യമുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു. പ്രജാപരിപാലനം ചെയ്യുന്ന ഒരു രാജാവാണ് ജ്യേഷ്ഠൻ, മറക്കരുത്. രാജാവ് എന്നും ഒരു ആദർശ പുരുഷനായിരിക്കണം, ധർമ്മിഷ്ഠനായിരിക്കണം. ജ്യേഷ്ഠൻ്റെ ജീവിതം അങ്ങനെയാണോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി പറയും. ഈ രാമൻ്റെ മഹാത്മ്യം കൂടി ഒന്ന് അല്പം കേൾക്കൂ. ഏതാണ് ആ വംശം? സൂര്യവംശം അറിയോ? ആരൊക്കെ ഭരിച്ചതാണ്? ആരൊക്കെയാണ് പൂർവികർ? സാക്ഷാൽ വൈകുണ്ഠപതി ശ്രീനാരായണൻ്റെ അവതാരമാണ് അദ്ദേഹം. അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെയും നമ്മുടെയും വംശത്തിൻ്റെ നന്മയായി കരുതി സീതയെ രാമൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമാപണം ചെയ്താൽ എല്ലാം മംഗളമാവും. ഇനിയും വൈകിട്ടില്ല. ജ്യേഷ്ഠന് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്താം. ഒരു ഗർജനമാണ്, പിന്നെ ഒരാക്രോശം, ഒരട്ടഹാസം. നിർത്തറ നിന്റെ ഉപദേശം. ക്രുദ്ധനായ രാവണൻ പീഠത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. കണ്ണിൽ തീപ്പരി പാറുക. 20 രൗദ്രനയനങ്ങൾ. നന്ദിയേട്ട മൃഗമേ, നീ ആരോടാണ് ഉപദേശിക്കുന്നത്? ഞാൻ ക്ഷമയോടെ ഇതുവരെ കേട്ടിരുന്നത് നീ എത്രക്ക് പോകും നോക്കാൻ വേണ്ടിയാ. ദ്രോഹി, ശത്രുവിനെ മാനിക്കുക, മിത്രത്തെ അപമാനിക്കുക. നീ ജീവിക്കാൻ അർഹതയുള്ളവനല്ല. ഈ നിമിഷം തന്നെ ഞാൻ നിന്നെ വധിക്കുകയാണ്. മിത്രമായി അടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് ശത്രുവിനെ മിത്രമായി ആരാധിക്കുന്ന പാപിയാണ് നീ. ഇപ്പം ഞാൻ നിന്നെ കൊല്ലുന്നില്ല, പക്ഷേ കുലകുത്തി കടക്ക് പുറത്തു. ഇനിമേൽ നിന്നെ എവിടെയെങ്കിലും കണ്ടുപോകരുത്. കണ്ടാൽ അന്ന് നിൻ്റെ അവസാനമായിരിക്കും. ഈ ലങ്കയിൽ ചവിട്ടിപ്പോകരുത്. നിന്റെ രാമനെ ചെന്ന് അഭയം പ്രാപിക്കും. രാവണൻ നിസ്സാരനല്ലേ? വേണ്ട, പാപിയല്ലേ, പാപഗ്രസ്തനല്ലേ, നാരികളെ മോഷ്ടിക്കുന്ന ആളല്ലേ, ആദർശമില്ലാത്തവനല്ലേ, അധർമ്മിയല്ലേ, അക്രമിയല്ലേ, ദുരാചാരനല്ലേ. രാമനാണെങ്കിൽ യോഗ്യൻ, ആദർശപുരുഷൻ, ധർമ്മനിഷ്ഠൻ. അവതാര മഹാരഥൻ. കൊള്ളാം. വാസ്തവത്തിൽ ഈ ലങ്കയ്ക്ക് ശാപം നീയാണ്. നിന്നെപ്പോലെയുള്ള കൃതഘ്നന്മാരുണ്ടായതാണ് ശാപം. അതാണ് ലങ്കയ്ക്ക് നാശാവാനും പോകുന്നത്. പോയിക്കോ. പോകാനല്ലേ പറഞ്ഞു? ഉടനെ കടക്ക് പുറത്ത്. രാവണൻ്റെ ആ ക്രോധാവേശം, ഗർജനം, ആക്രോശം, കുംഭകർണൻ ഇതൊക്കെ കേട്ട് ഓടിയെത്തി. മറ്റേ വാതിലിൽ കൂടി ഇന്ദ്രജിത്തും പ്രസ്ഥാദികളൊക്കെ പ്രവേശിച്ചു. രാവണൻ്റെ കൈ ചന്ദ്രഹാസത്തിൽ പിടിച്ചിരിക്കുകയാണ്, അമർത്തി പിടിച്ചിരിക്കുകയാണ്. കോപം കൊണ്ട് അങ്ങോട്ട് ചുണ്ടുകൾ വിറക്കുന്നുണ്ട്, പല്ലുകളൊക്കെ കടിച്ചു ഞെരിക്കുന്നുണ്ട്. ആകപ്പാടെ സന്ദർഭം മോശമാണെന്ന് കുംഭകർണന് തോന്നി. അപ്പം കുംഭകർണൻ കണ്ണുകൊണ്ടൊരു കാണിച്ചു പിന്നെ വിഭീഷണോട്, രംഗം മോശമാണ്, വേഗം സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുംഭകർണൻ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിന് തുല്യനാണ് ജ്യേഷ്ഠൻ. ഞാൻ ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു. എൻ്റെ അപരാധം ക്ഷമിക്കണം. ഞാൻ ഈ ലങ്ക വിട്ട് എങ്ങും പോകാൻ ഉദ്ദേശമില്ല. പക്ഷേ എന്തിനാ? തണുപ്പിക്കാൻ വേണ്ടി. പക്ഷേ വിഭീഷണൻ ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു. വിഭീഷണൻ ആദ്യം നമസ്കരിച്ചു, രാവണനെയും കുംഭകർണനെയും തൊഴുതു വന്നിച്ച് വിടവാങ്ങി. ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ ഞാൻ അനുസരിക്കാം, ഞാനും എൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കുക. വിഭീഷണൻ്റെ പോക്ക് കണ്ട് ഇന്ദ്രജിത്ത് പരിഹാസത്തോടുകൂടി ഒന്ന് ചിരിച്ചു. അതാണ് ആ രംഗം. രണ്ടാമത് വിഭീഷണൻ പോകുന്നത് പിന്നെ കിളിപ്പാട്ടിൽ ഉള്ള വരികൾ പറയാം. രാവണ വിഭീഷണ